ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് സമരം ആരംഭിച്ച നാട്ടുകാർ സിപിഐഎം നേതാക്കളുടെ ഇടപെടലിലൂടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കൊടിക്കുളം പഞ്ചായത്തിലെ ചേന്തംകോടും ആനക്കല്ലും പാടം ഇടുക്കട സ്വദേശികളാണ് വോട്ട് ബഹിഷ്കരണ സമരം പിൻവലിച്ച് എൽഡിഎഫിനൊപ്പം ചേരാൻ തീരുമാനിച്ചത്. ജനങ്ങൾ 37 വർഷമായി ഉപയോഗിക്കുന്ന പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും രേഖകളിൽ നാൾ വഴി എന്ന രേഖയിലുള്ള റോഡ് നീറംപുഴ ചെറിയാൻ എന്ന UDF പ്രവർത്തകനാണ് പഞ്ചായത്ത് 4 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടും പുനരുദ്ധാരണം അനുവദിക്കാതെ നിരന്തരം കോടതി വ്യവഹാരങ്ങളുമായി ജനത്തെ വലയ്ക്കുന്നത്. തൊടുപുഴ കോടതി ഇയാളുടെ സ്റ്റേ തള്ളിയെങ്കിലും ഇയാൾ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒരു ചേട്ടൻ്റെ 2 കാല് മുറിച്ചിട്ട് ഞങ്ങൾ ബെഡ്ഷീറ്റിൽ കിടത്തിയിട്ട് അതിനെ 4 മൂലക്കിലും പിടിച്ചെടുത്ത് റോട്ടിൽ കൊണ്ടുവരേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ ആ ചേച്ചിയുടെ 2 മുട്ടും ഓപ്പറേഷൻ ചെയ്ത അതിനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ദുരിതം പിടിച്ച ഒരു ദുർഘടം പിടിച്ച രീതിയിൽ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അതെ ആ പുള്ളിക്കാരിയുടെ ഓപ്പറേഷൻ, ഈ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ 2 കാലും മുറിച്ചത്, അങ്ങനെ ഈ രോഗത്തിൽ ഈ ചേച്ചിയുടെ മുട്ട് നടു ഒക്കെ പ്രശ്നമായിട്ട് അങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും ഒരുപാട് ദുരിതം ഈ വഴിക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഈ വഴി പണി പൂർത്തിയാക്കി തരിക. എൻ്റെ മോളെ പ്രസവത്തിന് 3 കുട്ടികളായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്ന് വലിയ കാന തീർത്തു. അവസാനം ഈ നാട്ടുകാരൊക്കെ കൂടെ ഇടപെട്ട് ഈ കല്ല് പാകിയിരിക്കുന്നത് അങ്ങനെ പാകിയിരിക്കുന്നതാണ്. 3 പിള്ളേരായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കടത്തിവിടാതിരിക്കാനുള്ള പണി കാണിച്ചതാണത്. എന്നാണേലും ഒരു കൊച്ചു മരിച്ചു പോയി, എന്നാലും ഞങ്ങൾക്ക് 2 പേരെ കിട്ടി. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് ഇവിടെ വന്ന് ഈ വഴിക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചതാണ്. നാട്ടുകാരുടെ വോട്ട് ബഹിഷ്കരണ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ VV മത്തായി, കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷ് എന്നിവർ ജനങ്ങളുമായി സംസാരിച്ചു. തുടർന്നാണ് ഇവർ സമരം പിൻവലിച്ചത്. സഖാക്കളെല്ലാം വന്ന് ഞങ്ങൾ ഈ വോട്ട് ബഹിഷ്കരണത്തിൽ നിന്ന് മാറുകയും സന്തോഷപൂർവ്വം ജോയ്സ് ജോർജിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ പങ്കാളികളാവുകയും ചെയ്യുന്നു. ഈ റോഡിന്റെ ഉപഭോക്താക്കളായ 40 കുടുംബങ്ങൾ LDFന് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതിഷേധമറിയിച്ചുയർത്തിയ ബഹിഷ്കരണ ബാനർ അവർ തന്നെ അഴിച്ചുമാറ്റി. കൈരളി ന്യൂസ്, ഇടുക്കി.